സെൽഫ് സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് സാംസങ് S7 Edgeന്റെ ചാർജിങ് കംപ്ലൈന്റ് എങ്ങനെ റെഡിയാക്കാമെന്നതിനെ കുറിച്ചാണ്. ചാർജിങ് കംപ്ലൈന്റിൽ ഇതിൽ പ്രധാനമായിട്ട് വരുന്നത് ചാർജിങ്ങിന്റെ സ്ട്രിപ്പ്, ചാർജിങ്ങിന്റെ കണക്ടർ, പിന്നെ ചാർജിങ്ങിന്റെ രണ്ട് IC-കളുണ്ട്. ഒന്ന് ഒരു റെഗുലേറ്റർ IC, പിന്നെ ചാർജിങ്ങിന്റെ മെയിൻ IC. ഈ IC കംപ്ലൈന്റ് ആയാലും നമുക്ക് ജമ്പർ കൊടുക്കാൻ സാധിക്കും. അതെങ്ങനെയാണ് കൊടുക്കുന്നത്, പിന്നെ ചാർജിങ്ങിൽ വരുന്ന ചാർജിങ് ടെമ്പറേച്ചർ പ്രോബ്ലം, ഇതൊക്കെ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്ന് ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് പറയുന്നുണ്ട്. ചാർജിങ്ങിനെ സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ഈ വീഡിയോയിൽ തന്നെയുണ്ട്. അപ്പൊ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധിച്ചു കാണുക. ആദ്യം നമ്മൾ ഈ പുറകിലത്തെ കവർ അഴിക്കണം. അതിന് നമ്മൾ ചെറുതായിട്ട് ഹീറ്റ് ആക്കി വെച്ച് എക്സ്റേ ഷീറ്റിന് അഴിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ സ്ക്രൂസ് എല്ലാം ഒന്ന് അഴിക്കുക. അപ്പോൾ നമുക്ക് ഈ സ്ക്രൂസ് ഒക്കെ ഒന്ന് അഴിക്കാം. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഈ നമ്മൾ ഇലക്ട്രോണിക്സിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പം നമുക്ക് ഇതിനകത്തെ കമ്പോണൻസ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. അത് മൾട്ടിമീറ്റർ ഉപയോഗിച്ച്, അതായത് ഡയോഡ്, കപ്പാസിറ്റർ, റെസിസ്റ്റർ, ട്രാൻസിസ്റ്റർ, മോസ്ഫെറ്റ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മളെ ചെക്ക് ചെയ്യാനായിട്ട് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. എന്നാലും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കംപ്ലൈൻറ്റ് ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ ഇതിൻ്റെയൊക്കെ വർക്കിംഗ് സിമ്പിളാണ്. ഈ വർക്കിംഗ് എന്താണെന്നും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയത്തില്ലാത്തവർക്ക് നിങ്ങൾക്ക് നേരെ പ്ലേലിസ്റ്റിൽ പോയാൽ SMD കമ്പോണൻസ് ചെക്കിങ് എന്നും പറഞ്ഞുകൊണ്ട്, മലയാളം എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഫോൾഡറുണ്ട്. അതിനകത്ത് ഈ വക സാധനങ്ങളെല്ലാം എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, ഇതിൻ്റെ പ്രവർത്തനം എന്നതാണ് എന്നുള്ളതിനെക്കുറിച്ച് വളരെ സിമ്പിളായിട്ട് 2 ഫോൾഡറുണ്ട്. ഒരെണ്ണത്തിൽ ഇച്ചിരി കൂടെ കട്ടിയാണ്, ഒരെണ്ണത്തിൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ, 2 ഫോൾഡറും വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏത് കമ്പോണൻസ് കണ്ടാലും നിങ്ങൾക്ക് ഏകദേശം അറിയാൻ പറ്റും. ഇതിൻ്റെ ഈ സൈഡിൽ വരുന്നുണ്ട്, അപ്പുറത്തെ സൈഡ് വരുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ആ വീഡിയോസൊക്കെ ഒന്ന് കാണുക. അതിൽ തന്നെ ഡിജിറ്റൽ മൾട്ടിമീറ്റർ വെച്ച് എങ്ങനെ ചെക്ക് ചെയ്യാം, അനലോഗ് മൾട്ടിമീറ്റർ വെച്ച് എങ്ങനെ ചെക്ക് ചെയ്യാം, ഇങ്ങനെയുള്ള എല്ലാ വീഡിയോസും അതിനകത്ത് ഹിന്ദിയുണ്ട്, മലയാളമുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നോക്കി നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ അഴിച്ചാൽ ഇങ്ങനെയുണ്ടാവും. ഇതിന്റെ ചാർജിങ് സ്ട്രിപ്പ് ഇവിടം വരെ വരുന്നുണ്ട്. ഇവിടെയാണ് ഇത് കണക്ട് ആവുന്നത്. അപ്പോ ചാർജിങ് കണക്ടർ ഇതാണ്. ഇതിന്റെ വോൾട്ടേജ് എങ്ങനെയൊക്കെയാണ്, എങ്ങോട്ടൊക്കെയാണ് വരുന്നതെന്ന് ഞാൻ പറയാം. പിന്നെ ഇതൊരു ഹെഡ്ഫോണിന്റെ സോക്കറ്റ് ആണ്. അതിവിടെയാണ് അതിന്റെ സ്ട്രിപ്പ്. അപ്പൊ നമുക്ക് ഇതിന്റെ ചാർജിങ് കംപ്ലൈന്റ് പറയാനായിട്ട് ഈ ബോർഡ് അഴിക്കേണ്ട കാര്യമുണ്ട്. അതിനു മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ ചാർജിങ് കണക്ടറില് ഇത് കണ്ടോ, ഈ പോയിന്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആദ്യത്തെ ഒരു വണ്ണം കുറഞ്ഞ പിന്നാണ്, രണ്ടാമത്തെ ഇച്ചിരി വണ്ണമുള്ള പിന്നാണ്, പിന്നെ 3, 4, 5 ഇത് വണ്ണം കുറഞ്ഞതാണ്. പിന്നത്തെ പോയിന്റ് ഇച്ചിരി വണ്ണമുണ്ട്, ലാസ്റ്റ് പോയിന്റ് വണ്ണം കുറഞ്ഞതാണ്. അപ്പൊ ഇതിന്റെ പോസിറ്റീവ് പോയിന്റ് ഈ സൈഡിൽ നിന്ന് രണ്ടാമത്തെ പോയിന്റ് ആണ്. ഓക്കെ, ഈ സൈഡിൽ നിന്ന് രണ്ടാമത്തെ പോയിന്റ് ആണ് ഇതിന്റെ പോസിറ്റീവ് പോയിന്റ്. നെഗറ്റീവ് പോയിന്റ് ആണ് ഈ സൈഡിൽ നിന്ന് രണ്ടാമത്തെ പോയിന്റ്, അതായത് ഈ വണ്ണമുള്ള പോയിന്റ്. ഈ വണ്ണമുള്ള 2 പോയിന്റുകളാണ് പോസിറ്റീവ് നെഗറ്റീവ്. ഈ സൈഡിലത്തെ നെഗറ്റീവ്, ഇവിടുന്ന് രണ്ടാമത്തെ നെഗറ്റീവ്, ഇത് പോസിറ്റീവ്, ഇവിടുന്ന് രണ്ടാമത്തെ പോസിറ്റീവ്. നെഗറ്റീവ് നിങ്ങൾക്ക് ഇതിന്റെ ഇവിടെ വെച്ച് ചെക്ക് ചെയ്യാം, ഇവിടെ വെച്ച് ചെക്ക് ചെയ്യാം, നെഗറ്റീവ് എവിടെ വേണമെങ്കിലും വെച്ച് ചെക്ക് ചെയ്യാം. പോസിറ്റീവ് ഒന്ന് ഓർത്തിരുന്നോളുക. അപ്പം ചാർജിങ് കോണ്ടാക്റ്റിന്റെ കംപ്ലൈന്റ് ആണോ എന്ന് അറിയാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ മൾട്ടിമീറ്ററിന്റെ പോസിറ്റീവ് വെച്ച് നെഗറ്റീവ് ഇവിടെ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഇതിലിവിടെ വോൾട്ടേജ് കയറുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാം. പിന്നെ ഈ ചാർജിങ് കോണ്ടാക്ട്, ചാർജിങ് കണക്ടർ മാറാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോർഡ് അഴിക്കുക. ഈ ബോർഡ് അഴിച്ചതിന് ശേഷം ഈ സ്ട്രിപ്പ് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കി വെച്ച് ഇത് ഇവിടുന്ന് പൊളിച്ചെടുക്കാം. ഇവിടുന്ന് പൊളിച്ച് നോർത്തി വയ്ക്കുക. നോർത്തി ഇത്രയും പൊക്കി വയ്ക്കുക. ഇത്രയും പൊക്കി വെച്ച് നിങ്ങൾ ഈ ഭാഗം മൊത്തം കവർ ചെയ്യുക. അതായത് ഇത് ഇച്ചിരി ഈ 2 സ്ക്രൂ അഴിക്കുക. ഈ സ്ക്രൂ അഴിച്ചുകൊണ്ട് ഇച്ചിരി മുകളിലോട്ട് പൊക്കി വെച്ചുകൊണ്ട് ഇതിന്റെ ഈ പോർഷൻ ഒഴികെയുള്ള ബാക്കി എല്ലാ പോർഷനും, ഇതൊന്നും ഉരുകാൻ പാടില്ല, ഈ ഭാഗം എല്ലാം കവർ ചെയ്തുകൊണ്ട് ആ പേപ്പർ വെച്ചുകൊണ്ട് കവർ ചെയ്യുക. കവർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് അഴിച്ച്
ഈ കണക്ടർ ഫിറ്റ് ചെയ്യാൻ സാധിക്കും. സ്ട്രിപ്പ് മൊത്തമായിട്ട് മാറാൻ കിട്ടും. കണക്ടർ അഥവാ മാറേണ്ട കണക്ടറിന്റെ പ്രോബ്ലം മാത്രമുള്ളവര് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഈ കണക്ടർ ഈസി ആയിട്ട് മാറാൻ പറ്റും. പിന്നെ ഇത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങോട്ടാണ് ഇതിന്റെ കണക്ഷൻസ് കയറുന്നത്. ഈ കണക്ഷൻസ് എങ്ങോട്ടൊക്കെയാണ് എന്ന് ഞാൻ പറയാം. അതിനായിട്ട് നമുക്കിതൊന്ന് അഴിക്കണം, ബോർഡൊന്ന് അഴിച്ചെടുക്കണം. ബോർഡ് അഴിക്കാനായിട്ട് പവർ സ്വിച്ചിന്റെ സ്ട്രിപ്പ്, ഡിസ്പ്ലേ സ്ട്രിപ്പ്, ക്യാമറയുടെ സ്ട്രിപ്പ്, സ്പീക്കറിന്റെ സ്ട്രിപ്പ്, ഇവിടെ വോളിയത്തിന്റെ സ്ട്രിപ്പ്, ഇത്ര സ്ട്രിപ്പുകളാണ്. പിന്നെ കുറച്ച് കണക്ടറുകളാണ്. ആന്റിന കണക്ടർ, ഈ കണക്ടർ കൂടി വെച്ചിട്ട് ഇത്രയും അഴിച്ചാൽ മതിയാകും. പിന്നെ അടിയിലാണ് ഇതിന്റെ സ്ട്രിപ്പ് വരുന്നത്, അതൊന്ന് അഴിച്ചേക്കുക. അപ്പൊ ഇതാണ് ഇതിന്റെ മദർ ബോർഡ്. മദർ ബോർഡില് നിങ്ങൾക്ക് കമ്പോണൻസ് എല്ലാം കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ വോൾട്ടേജ് സപ്ലൈ ഒക്കെ എങ്ങോട്ടാണ് കയറുന്നതെന്ന് ഞാൻ പറയാം. ആദ്യമായിട്ട് ഇവിടെ വോൾട്ടേജ് കയറുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ വോൾട്ടേജ് കയറുന്ന കാര്യം പറഞ്ഞു. പിന്നെ ഈ കണക്ടറിൽ അഥവാ സ്ട്രിപ്പ് കംപ്ലൈന്റ് ആണെന്നൊരു ഇത് എങ്ങോട്ടാണ് കയറുന്നതെന്ന് ഞാൻ പറയാം. ഇതിന്റെ സ്ട്രിപ്പ് കംപ്ലൈന്റ് ആണെന്നൊരു മൾട്ടിമീറ്റർ അവിടെ വെച്ചിട്ടുണ്ട്. നെഗറ്റീവ് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. ഇവിടെ കൊടുത്തോണ്ട് ഈ പോസിറ്റീവ് പോയിന്റില് വോൾട്ടേജ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം. ഇവിടെ 5, 4, 9, അതായത് ഇവിടെ വോൾട്ടേജ് ഉണ്ട്. ഇതിന്റെ സ്ട്രിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ, സ്ട്രിപ്പ് അഥവാ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങോട്ടാണ് ജമ്പർ കൊടുക്കേണ്ടതെന്ന് ഞാൻ പറയാം. സ്ട്രിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ പോസിറ്റീവ് വോൾട്ടേജ് ഈ സൈഡിലാണ് കാണിക്കുക. നിങ്ങൾക്ക് ഇവിടെ മൾട്ടിമീറ്ററിൽ കാണാൻ സാധിക്കും. അഞ്ച്, 4, 7 ഇത്ര വോൾട്ടേജ് ആണ് ഇവിടെ കാണിക്കേണ്ടത്. ഇതാണ് ഇതിന്റെ പോസിറ്റീവ് പോയിന്റ്. ഈ സൈഡിലത്തെയാണ് നെഗറ്റീവ് പോയിന്റ്. അപ്പൊ ഗ്രൗണ്ട് നിങ്ങൾ വരുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. മൾട്ടിമീറ്ററിന്റെ ഗ്രൗണ്ട് പോയിന്റ് ഇവിടെ വയ്ക്കുക, പോസിറ്റീവ് പോയിന്റ് ഇവിടെ വെച്ച് ചെക്ക് ചെയ്യുക. എന്നിട്ട് വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. ഞാനിപ്പോ ഗ്രൗണ്ട് ഇവിടെയാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ സ്ട്രിപ്പ് ഓക്കെയാണ്. സ്ട്രിപ്പ് ഓക്കെ ആണെന്നൊരു പിന്നെ ചാർജിങ് കയറുന്ന സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ മൾട്ടിമീറ്ററിൽ ശ്രദ്ധിച്ചോളുക. ഇവിടം വരെ നമുക്കിവിടെ ഓക്കെ ആണ് വോൾട്ടേജ്. അപ്പൊ ഇത് കഴിഞ്ഞ് ബോർഡിലേക്ക് എങ്ങോട്ടൊക്കെയാണ് കയറുന്നതെന്ന് നോക്കാം. നെഗറ്റീവ് ഞാൻ ഗ്രൗണ്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ നെഗറ്റീവ് ഗ്രൗണ്ടിൽ വെച്ചിട്ടുണ്ട്, ചാർജർ കുത്തിയിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ ഈ കപ്പാസിറ്ററിന്റെ മുകളിൽ 5 വോൾട്ടേജ് കാണിക്കണം, അത് കാണിക്കുന്നുണ്ട്. ഓക്കെ, 5.36. പിന്നെ ഈ കോയിലിന്റെ ആദ്യത്തെ സൈഡിലും മുകളിലത്തെ സൈഡിലും ആ വോൾട്ട് തന്നെ കാണിക്കണം, 5 വോൾട്ട് കാണിക്കണം. ഇതിന്റെ അപ്പുറത്തെ മുകളിലത്തെ സൈഡിലും ഈ വോൾട്ടേജ് തന്നെ കാണിക്കണം. ഓക്കെ, മീറ്ററിലും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോളുക. അപ്പൊ ഇതിനകത്ത് വരുന്നത് ഈ കപ്പാസിറ്ററിന്റെ ഈ സൈഡിലല്ല, ഇപ്പുറത്തെ സൈഡില് ഇതിന് 5 വോൾട്ടേജ് കാണിക്കണം. ഓക്കെ, പിന്നെ ഈ ഇവിടെ 5 വോൾട്ടേജ് കാണിക്കണം. ഈ ഇതിന്റെ അപ്പുറത്തെ സൈഡിലും 5 വോൾട്ടേജ് കാണിക്കണം. അപ്പൊ ഈ കപ്പാസിറ്ററിന്റെ 3 കപ്പാസിറ്ററിന്റെ അടിയിലും 5 വോൾട്ടേജ് വെച്ച് കാണിക്കണം. ഈ കോയിലിന്റെ 2 സൈഡിലും 5 വോൾട്ടേജ് കാണിക്കണം. ഈ കപ്പാസിറ്ററിന്റെ ഈ സൈഡിലും 5 വോൾട്ടേജ് കാണിക്കേണ്ടതാണ്. ഇനി അഥവാ കാണിക്കുന്നില്ലെന്നൊരില് ഈ ചാർജിങ് റെഗുലേറ്റർ ഐസിയുടെ കംപ്ലൈന്റും ഉണ്ടാകും. ഇതാണ് ഇതിന്റെ ചാർജിങ്ങിന്റെ മെയിൻ ഐസി. പിന്നെ ഇതിന് മുന്നായിട്ട് റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു ഐസി കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഐസി റിമൂവ് ചെയ്തേച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ജമ്പർ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് ആയിട്ട് ഈ ചാർജിങ് ഐസിയിലേക്ക് വോൾട്ടേജ് കൊണ്ടുപോകും.
ഈ ചാർജിങ് ഐസിയിലെ വോൾട്ടേജ് വന്നില്ലെന്നൊരു നിങ്ങൾക്ക് ചാർജിങ് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യില്ല. അങ്ങനെയുണ്ടെന്നൊരിയിൽ ഈ റെഗുലേറ്റർ ഐ സി ഒന്ന് റിമൂവ് ചെയ്ത് വെച്ച് നിങ്ങൾ ഈ കാണുന്ന ചെമ്പർ കൊടുക്കുക. പിന്നെ വരുന്ന ഒരു കംപ്ലൈന്റ് ആണ് ചാർജിങ് ടെമ്പറേച്ചറിന്റെ ഇഷ്യൂ. അപ്പൊ ചാർജിങ് ടെമ്പറേച്ചറിന്റെ ഇഷ്യൂ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ഞാൻ പറയാം. ചാർജിങ് ടെമ്പറേച്ചറിന്റെ ഇഷ്യൂവിൽ ഏറ്റവും കൂടുതൽ വരുന്നത്, നിങ്ങൾ ഈ ചാർജിങ് സ്ട്രിപ്പ് ഈ ഭാഗം ശരിക്ക് നിങ്ങൾ തിന്നറിനൊന്ന് ക്ലീൻ ചെയ്യുക. ഈ കണക്ടർ വരെയുള്ള ഈ ഭാഗങ്ങളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ പോയിന്റുകളിൽ, ചാർജിങ്ങിന്റെ ഈ പോയിന്റുകളിൽ എന്തെങ്കിലും കേടുണ്ടോ എന്ന് നോക്കണം. ഉണ്ടെങ്കിൽ ശരിക്കും എന്തെങ്കിലും ഫംഗസ് എന്തെങ്കിലും സംഭവം ഉണ്ടെന്നൊരു ശരിക്ക് ക്ലീൻ ചെയ്യുക. ഇതിനകം ഒന്ന് ക്ലീൻ ചെയ്യുക, ശരിക്ക് ക്ലീൻ ചെയ്യുക. എന്നിട്ടൊന്ന് ചെറുതായിട്ട് ഹീറ്റ് അടിക്കുക. അതിനുശേഷം ഈ ഭാഗത്ത് ഇച്ചിരി ഫ്ലെക്സ് തേച്ച് വെച്ച് നിങ്ങൾക്ക് ഈ കണക്ടറിന്റെ പിന്നുകൾ ഒന്ന് റീസോൾഡർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാർജിങ് ടെമ്പറേച്ചർ ഹൈ പ്രോബ്ലം മാറുന്നതാണ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതിനെപ്പറ്റി എന്നതേലും ഡൗട്ട് ഉള്ളവര് താഴെ കമന്റ് ആയിട്ട് ചോദിക്കുക. അപ്പോൾ ഒരു പുത്തൻ കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.